മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 48-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിച്ചു ധ്യാനിക്കുകയാണ്: അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അധികമായിട്ട് എന്തൊക്കെ നിന്റെ ജീവിതത്തില് ദൈവം തന്നിട്ടുണ്ടോ അത് നിന്നോട് കൂടുതൽ ചോദിക്കുവാനായിട്ട് ഇടയാക്കുമെന്ന് വചനം പഠിപ്പിക്കുക. സമ്പത്ത് നിന്നിൽ അധികമായിട്ട് ദൈവം തന്നിട്ടുണ്ടോ? നീ അധികമായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. വിശ്വാസം, പ്രാർത്ഥനയുടെ അരൂപി നിനക്ക് അധികമായിട്ട് നൽകിയിട്ടുണ്ടോ? നീ അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, അധികമായിട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നീ അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ. ആർക്ക് വിശ്വാസമില്ലാതെ ഈ ലോകത്തിൽ കഴിയുന്നുവോ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അധികമായ ഒരു വിശ്വാസം ദൈവം നിനക്ക് തന്നിട്ടുണ്ടാവാം. അധികമായ വിശുദ്ധിയില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി അധികമായ വിശുദ്ധി ദൈവം നിനക്ക് തന്നിട്ടുണ്ടാകാം. അധികമായി പല കഴിവുകളും നിനക്ക് തന്നിട്ടുണ്ടാവാം. ആ കഴിവുകള് അവരന്റെ നന്മയ്ക്ക് വേണ്ടി കൂടെയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. എന്താണോ നിന്റെ ജീവിതത്തിൽ അധികമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്, അത് സമ്പത്താവാം, ചില സൗഭാഗ്യങ്ങളാവാം, ആത്മീയ ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവങ്ങളാവാം, ഭൗതികമായ ചില കാര്യങ്ങളാവാം, എന്തു തന്നെയായിരുന്നാലും അത് നിനക്ക് വേണ്ടി മാത്രമല്ല, അവരിന് വേണ്ടി കൂടെയാണ്. അവരിന് വേണ്ടി കൂടെ നൽകുവാനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് ഈശോനാഥൻ പറയുക. അധികമായിട്ട് നിനക്ക് നൽകിയത് ദൈവം അധികമായിട്ട് നിന്നോട് ചോദിക്കും. മറക്കരുത്. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇന്നത്തെ ഇവരുടെ അധ്വാനങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.